ഇത്തവണ അവതരിപ്പിക്കുന്നത് എറണാകുളം നോർത്ത് റെയിൽവേ സ്റ്റേഷനും എറണാകുളം സൗത്ത് റെയിൽവേ സ്റ്റേഷനും എവിടെ വരുന്നു എന്നുള്ളതും അതിലെ ലൂപ്പ് ലൈനുകളെ പറ്റിയുമാണ്. ഇതാണ് എറണാകുളം ടൗൺ റെയിൽവേ സ്റ്റേഷൻ അഥവാ നോർത്ത് റെയിൽവേ സ്റ്റേഷൻ ഇവിടെയായിട്ട് വരുന്നു. ഇത് എറണാകുളം സൗത്ത് റെയിൽവേ സ്റ്റേഷൻ അഥവാ എറണാകുളം ജംഗ്ഷനാണ്. ഇത് ഇവിടുന്ന് എറണാകുളം ടൗൺ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് നേരിട്ട് ഇവിടുത്തെ എറണാകുളം ജംഗ്ഷനിൽ കയറാതെ എറണാകുളം നോർത്തിൽ നിന്ന് നേരിട്ട് തൃപ്പൂണിത്തുറ വഴി കോട്ടയത്തേക്ക് പോകുന്ന ലൈനാണിത്. കോട്ടയം ഭാഗത്ത് നിന്ന് എറണാകുളം നോർത്തിൽ പോകാതെ നോർത്ത് ഒഴിവാക്കി നേരെ ജംഗ്ഷനിലേക്ക് പോകുന്ന ലിങ്ക് ലൈനാണ് ഈ കാണുന്നത്. എന്നാൽ കോട്ടയം ഭാഗത്തേക്ക് പോകാതെ എറണാകുളം ജംഗ്ഷനിൽ നിന്ന് നേരിട്ട് തൃശ്ശൂർ ഭാഗത്തേക്ക് എറണാകുളം നോർത്ത് വഴി തൃശ്ശൂർ ഭാഗത്തേക്ക് കണക്ട് ചെയ്യുന്ന ലൈനാണിത്. അങ്ങനെയാണ് ഇതിൻ്റെ ഒരു സിസ്റ്റം. കോട്ടയത്ത് നിന്ന് എറണാകുളം ജംഗ്ഷനിൽ യാത്ര അവസാനിപ്പിക്കുകയോ യാത്ര കോട്ടയം വഴി ആരംഭിക്കുകയോ ചെയ്യുന്ന എറണാകുളത്ത് നിന്ന് കോട്ടയത്തേക്ക് യാത്ര ആരംഭിക്കുകയോ അല്ലെങ്കിൽ കോട്ടയം വഴി എറണാകുളത്ത് യാത്ര അവസാനിപ്പിക്കുകയോ ചെയ്യുന്ന ട്രെയിനുകളെല്ലാം എറണാകുളം ജംഗ്ഷനിൽ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അത് നോർത്ത് വഴി പോവുകയില്ല. ഇതുവഴി വന്ന് നേരിട്ട് കോട്ടയം വഴി ലൈനിൽ കയറി നേരിട്ട് തൃപ്പൂണിത്തുറ വഴി കടന്നു പോവുകയാണ്. ഇവിടെ ഈ ഭാഗത്ത് വരും തൃപ്പൂണിത്തുറ. ഇത് ട്രെയിൻ മെയിൻ്റനൻസ് യാർഡാണ് ഈ രണ്ട് സൈഡിലും ഉള്ളത്. എറണാകുളം ജംഗ്ഷനിൽ നിന്ന് ആലപ്പുഴ വഴി പോകുന്ന ലൈനാണിത്. ഒരു ലൈൻ ആലപ്പുഴ വഴിയും ഒരു ലൈൻ കോട്ടയം വഴി സമാന്തരമായിട്ട് പോകുന്നുണ്ട്. അത് കായംകുളം ജംഗ്ഷനിലാണ് ചെന്ന് ചേരുന്നത്. ഇങ്ങനെയാണ് അതിൻ്റെ ഏകദേശ രൂപം. എറണാകുളം ജംഗ്ഷനിൽ നിന്ന് ആലപ്പുഴ വഴി കായംകുളത്ത് വരുന്നു, മറ്റേത് കോട്ടയം വഴി വന്ന് കായംകുളത്ത് ചേരുന്നു. അങ്ങനെ ഒരുമിച്ച് കൊല്ലത്തിന് പോകുന്നു. അങ്ങനെയാണ് വരുന്നത്. ഇത് വെസ്റ്റ് സൈഡ് അതായത് പടിഞ്ഞാറ് വശവും ഇത് ഈസ്റ്റ് സൈഡ് അഥവാ കിഴക്ക് വശവുമാണ്. കിഴക്കേ വശത്തൂടെ പോകുന്ന ലൈനാണ് കോട്ടയം വഴി, പടിഞ്ഞാറേ ലൈനാണ് തീരദേശം വഴി ആലപ്പുഴ. കോട്ടയം വഴി വരുന്ന ഭൂരിഭാഗം ട്രെയിനുകളും എറണാകുളം ജംഗ്ഷനിൽ കയറാതെ നേരിട്ട് എറണാകുളം ടൗണിലേക്ക് വരികയാണ്. ഇവിടെ എറണാകുളം ടൗണിൽ സ്റ്റോപ്പ് ചെയ്തതിന് ശേഷം എറണാകുളം ടൗൺ അഥവാ നോർത്തിൽ സ്റ്റോപ്പ് ചെയ്ത ശേഷം തൃശ്ശൂർ ഭാഗത്തേക്ക് പോവുകയാണ്. തിരിച്ചും അങ്ങനെ തന്നെയാണ്. കോട്ടയം വഴിയുള്ള ട്രെയിനുകളെല്ലാം ഭൂരിഭാഗവും ഇതുവഴി നേരെ പോവുകയാണ്. ചുരുക്കം ചില ട്രെയിനുകൾ മാത്രമേ എറണാകുളം ജംഗ്ഷനിൽ അഥവാ സൗത്തിൽ കയറുകയുള്ളൂ. കൂടുതലും ആലപ്പുഴ വഴിയുള്ള ട്രെയിനുകൾ കോട്ടയം പോകാതെ ആലപ്പുഴ വഴിയുള്ള ട്രെയിനുകളും ഇതുവഴി നോർത്തിൽ സ്കിപ്പ് ചെയ്ത് ചിലത് മാത്രമേ നോർത്തിൽ നിർത്തുകയുള്ളൂ. അത് കൊണ്ടുപോയി എറണാകുളം ജംഗ്ഷൻ ലീ ലൈൻ വഴി കടത്തിക്കൊണ്ടുപോയി എറണാകുളം ജംഗ്ഷനിൽ നിർത്തുന്നു. എറണാകുളം ജംഗ്ഷനിൽ നിന്ന് പിന്നെ ആലപ്പുഴ വഴി പോകുന്നുണ്ട്. അങ്ങനെയാണ് ആലപ്പുഴ വഴിയുള്ള വണ്ടികൾ പോകുന്നത്. കോട്ടയം ഡയറക്ഷനിൽ നിന്ന് എറണാകുളം ജംഗ്ഷൻ്റെ ഭാഗത്തേക്ക് കണക്ട് ചെയ്യുന്ന ലിങ്ക് ലൈനിൻ്റെ സ്റ്റാർട്ടിംഗ് ആണ് ഈ കാണുന്നത്. കോട്ടയം ഭാഗത്ത് വഴി എറണാകുളത്ത് യാത്ര ആരംഭിക്കുകയോ യാത്ര അവസാനിപ്പിക്കുകയോ ചെയ്യുന്ന ട്രെയിനുകളെല്ലാം ഈ ഭാഗത്തൂടെയാണ് എറണാകുളം ജംഗ്ഷനിലേക്ക് കടന്നു പോകുന്നത്. എറണാകുളം ജംഗ്ഷനിലേക്ക് കടന്നു പോകുന്ന ഭാഗമാണിത്. എറണാകുളം ജംഗ്ഷനിൽ നിന്ന് എറണാകുളത്തെ മെയിൻ്റനൻസ് യാർഡിലേക്ക് ഒരു ട്രെയിൻ കൊണ്ടുപോകുന്ന കാഴ്ചയാണ് ഈ കാണുന്നത്. ട്രാക്ക് മെയിൻ്റനൻസ് യാർഡിലേക്കുള്ള ട്രെയിൻ ഇതുവഴിയാണ് കടന്നു വരുന്നത്. ഇപ്പം ഞാൻ പാലരുവി എക്സ്പ്രസ്സിൽ കടന്നു പോകുന്ന നോർത്ത് ഭാഗത്തേക്ക് എറണാകുളം നോർത്തിലേക്ക് കടന്നു പോകുന്നത് ഇതുവഴിയാണ്. ഇതുവഴി വന്ന് നോർത്തിലേക്ക് എത്തുകയാണ് ചെയ്യുന്നത്. നോർത്ത് അഥവാ എറണാകുളം ടൗണിലേക്ക് എത്തുകയാണ് ചെയ്യുന്നത്. എറണാകുളം ടൗൺ റെയിൽവേ സ്റ്റേഷനിലേക്ക് എത്തുകയാണ് ചെയ്യുന്നത്.
എറണാകുളത്തെ പ്രധാന റെയിൽവേ സ്റ്റേഷനും എറണാകുളം ജംഗ്ഷൻ അഥവാ സൗത്ത് റെയിൽവേ സ്റ്റേഷനാണ്. എറണാകുളം ജംഗ്ഷനിൽ നിന്ന് എറണാകുളം ടൗൺ റെയിൽവേ സ്റ്റേഷൻ വഴി തൃശ്ശൂർ ഭാഗത്തേക്ക് കണക്ട് ചെയ്യുന്ന ലിങ്ക് ലൈനാണിത്. കോട്ടയം ഭാഗത്തേക്ക് പോകാതെ എറണാകുളം ജംഗ്ഷനിൽ നിന്ന് നേരിട്ട് തൃശ്ശൂർ ഭാഗത്തേക്ക് എറണാകുളം നോർത്ത് വഴി തൃശ്ശൂർ ഭാഗത്തേക്ക് കണക്ട് ചെയ്യുന്ന ലൈനാണിത്. കോട്ടയം ഭാഗത്തു നിന്ന് വരുന്ന പാലരുവി എക്സ്പ്രസ് എറണാകുളം ജംഗ്ഷൻ അഥവാ സൗത്തിൽ കയറാതെ നേരിട്ട് എറണാകുളം ടൗൺ അഥവാ നോർത്തിലേക്ക് കടന്നു വരുന്ന കാഴ്ചയാണിത്. ഇപ്പം ഞാൻ പാലരുവി എക്സ്പ്രസ്സിൽ കടന്നു പോകുന്ന നോർത്ത് ഭാഗത്തേക്ക് എറണാകുളം നോർത്തിലേക്ക് കടന്നു പോകുന്നത് ഇതുവഴിയാണ്. ഇതുവഴി വന്ന് നോർത്തിലേക്ക് എത്തുകയാണ് ചെയ്യുന്നത്. നോർത്ത് അഥവാ എറണാകുളം ടൗണിലേക്ക് എത്തുകയാണ് ചെയ്യുന്നത്. എറണാകുളത്തെ കണക്ഷൻ റെയിൽവേ ലൈനിനെ പറ്റിയുള്ള വീഡിയോ തൽക്കാലം ഇവിടെ അവസാനിപ്പിക്കുന്നു.